യേശുവിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 5-ാം വാചകത്തിലെ മറ്റൊരു ഹീബ്രു പദമാണ്. വൈക്ര എലോഹിം ലഓർ യോം വലഹൊഷക് കാര ലൈല വയേഹി ഏരവ്. ഏരവ് എന്ന് പറയുന്ന ഒരു ഹീബ്രു പദം. ഏരവ് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ഈവനിങ് എന്നാണ്. വൈകുന്നേരം, സായാഹ്നം എന്നല്ല നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ഹീബ്രു പദം വളരെ പ്രധാനപ്പെട്ട ഒരു ഹീബ്രു പദമാണ് യഹൂദരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ്. അതായത് പകലിനെ രാത്രിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന, കണക്റ്റ് ചെയ്യുന്ന ഒരു ഹീബ്രു പദമാണ് ഈ ഏരവ് എന്ന് പറയുന്ന ഹീബ്രു പദം. അതുമാത്രമല്ല, ഇതൊരു സംക്രമണത്തിൻ്റെ സമയമാണ്. അതായത് ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെയും വ്യാപാരങ്ങളിലേക്ക് അവരെ കണക്റ്റ് ചെയ്യുന്ന സംക്രമണത്തിൻ്റെ സമയമാണ് ഈ വൈകുന്നേരം, സായാഹ്നം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പോലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ഷൻ തന്നെയാണ്. എവിടെ ജോലിക്ക് പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും സ്വന്തം വീട്ടിലേക്ക് എത്തുവാനായിട്ട് പെടാപ്പാട് പെടുന്ന ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. ബസ്സിൽ ഇടിച്ച് കയറിയും അതല്ലെങ്കിൽ ഓട്ടോ വിളിച്ചും അല്ലെങ്കിൽ നടന്നും ഒക്കെ വീട്ടിലേക്ക് എത്തുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര്. ഇത് നമ്മുടെ ഉള്ളിൽ വീടുമായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ത്വരയാണ്. അതുപോലെ തന്നെ മറ്റൊരു കണക്ഷൻ ഇവിടെ നടക്കേണ്ടതെന്ന് പറയുന്നത്, കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ, എല്ലാവരും വൈകുന്നേരം കുടുംബത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കുടുംബത്തെ മുഴുവനായിട്ട് സ്വർഗവുമായിട്ട് കണക്റ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ വീടുമായിട്ട് കണക്റ്റ് ചെയ്യും, പക്ഷേ വീടിനെ സ്വർഗവുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് മറന്നു പോകും. പല കുടുംബങ്ങളിലും ഈ ഒരു കണക്ഷൻ നമ്മൾ കാണാറില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ കുടുംബത്തെ സ്വർഗവുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം വീട്ടിലെത്തിയാൽ ഉടനെ ചിലപ്പോൾ TV ഓൺ ചെയ്യും, സീരിയൽ കാണും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിയിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് അങ്ങോട്ട് മറന്നു പോവുകയാണ് കുടുംബത്തെ സ്വർഗവുമായിട്ട് കണക്റ്റ് ചെയ്യുവാനായിട്ട്. പ്രിയമുള്ളവരെ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം സാബത്ത് ദിനം ആരംഭിക്കുന്നത് പോലും ഈ ഒരു സായാഹ്നത്തിൽ നിന്നാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ഒരു സാബത്ത് ദിനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച എന്ന് പറയുന്നതാണ് സാബത്ത്. അതായത് ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെ സാബത്താണ്. അപ്പോൾ യഹൂദര് ഈ സമയത്ത് അവർ തോറ വായിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും അതല്ലെങ്കിൽ തോറ പഠിക്കാനിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ക്രിസ്ത്യൻ കുടുംബങ്ങളിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ കാറ്റഗിസം പഠിക്കുക, ദൈവത്തെ ബൈബിൾ വായിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞായറാഴ്ച കാറ്റഗിസം വെച്ചിരിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ കാറ്റഗിസം ക്ലാസ്സിലേക്ക് വേണ്ടി ഒരുങ്ങേണ്ട സമയമാണ്. ആരെങ്കിലുമൊക്കെ അങ്ങനെ കാറ്റഗിസം ക്ലാസ്സിലേക്ക് ഒരുങ്ങുവാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുവാനായിട്ട് മറന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് ഈ നമ്മുടെ സായാഹ്നങ്ങളെ പ്രയോജനപ്പെടുത്താം. ബൊക്കേർത്തോ, ഏരവത്തോ, ലൈലാത്തോ എന്താണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.